രണ്ടായിരത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യ 5-ൽ ലാലേട്ടൻ 4-മത്, 5-ാം സ്ഥാനം രജനീകാന്തിന്. 2016 ലാലേട്ടന്റെ വർഷമായിരുന്നു. കൈവച്ചതെല്ലാം ലാലേട്ടൻ പൊന്നാക്കി. പുലിമുരുകനും ഒപ്പവും മനമന്തയും ജനതാ ഗാരേജും എല്ലാം അതിന് തെളിവായിരുന്നു. ഇപ്പോൾ ഇത് 2016-ലെ ഇന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ സ്ഥാനം അമീർ ഖാനാണ്. ദംഗൽ എന്ന ഒറ്റ ചിത്രത്തിലൂടെ അമീർ സ്വന്തമാക്കിയത് 640 കോടി രൂപയാണ്. ദംഗൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 2-ാം സ്ഥാനം അക്ഷയ് കുമാറിനാണ്. എയർലിഫ്റ്റ്, ഹൗസ്ഫുൾ 3, റസ്റ്റം എന്നീ ചിത്രങ്ങളിലൂടെ അക്ഷയ് കുമാർ 619 കോടി രൂപ നേടി. 3-ാം സ്ഥാനം സൽമാൻ ഖാനാണ്. സുൽത്താൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ സൽമാൻ 584 കോടി രൂപ നേടി. 4-ാം സ്ഥാനം നമ്മുടെ ലാലേട്ടനാണ്. മനമന്ത, ജനതാ ഗാരേജ്, ഒപ്പം, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലൂടെ ലാലേട്ടൻ 400 കോടി രൂപ നേടി. പുലിമുരുകൻ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 5-ാം സ്ഥാനം രജനീകാന്തിനാണ്. കബാലി എന്ന ചിത്രത്തിലൂടെ രജനീകാന്ത് 350 കോടി രൂപ നേടി. ഈ വർഷം 2 റിലീസ് ഉണ്ടായിരുന്നിട്ടും ഷാറുഖ് ഖാന് ആദ്യ 5-ൽ ഇടം നേടാനായില്ല. ഫാൻ, ഡിയർ സിന്ദഗി എന്നീ ചിത്രങ്ങളായിരുന്നു ഷാറുഖ് ഖാന്റെയായി 2016-ൽ പുറത്തിറങ്ങിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.